എന്നൊക്കെ പറഞ്ഞേ, ഈശോ എൻ്റെ സമാധാനമാണ്. പറഞ്ഞേ, ഉള്ളിലൊരു യുദ്ധം നടക്കുമ്പോൾ, വീട്ടിലൊരു സംഘർഷം നടക്കുമ്പോൾ, നിങ്ങളുടെ പാപവും നിങ്ങളുടെ പുണ്യവും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ പറയണം, ആരാണ് എൻ്റെ സമാധാനം? ഈശോയാണ് എൻ്റെ സമാധാനം. ഈ കുരിശിങ്ങനെ നെടുകയും കുറുകെ നിൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെടുകയും കുറുകെ നടക്കുന്ന എതിര് നിൽക്കുന്ന സകലതിനെയും അവൻ നിർമ്മാർജ്ജനം ചെയ്ത് രക്ഷയുടെ പാതയിലൂടെ എന്നെ നയിച്ച്, എന്നെ സ്നേഹിച്ച്, എന്നെ ശക്തിപ്പെടുത്തി, എനിക്കൊരു സ്നേഹമായി അവിടെ നിന്ന് അവൻ എൻ്റെ സമാധാനമായിട്ട് നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സമാധാനം എടുത്തു കളയാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നാടും ദേശവും അധികാരങ്ങളും മനുഷ്യരും പിശാചും ഒക്കെ ശ്രമിക്കും. എനിക്കൊരു സമാധാനമുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ശക്തിയോടെ തന്നെ ഹല്ലേലൂയ. കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം വാക്യം. എഫെസൂസിൽ നിന്നൊക്കെ മുമ്പോട്ട് മറിക്കുക, ഫിലിപ്പിയിൽ നിന്ന് മുമ്പോട്ട് മറിക്കുക. കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം വാക്യം. ഈശോ തരുന്ന ആ സമാധാനത്തെക്കുറിച്ച് അവിടെ പൗലോസ് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. കുരിശിലാണ് ആ സമാധാനം തന്നത്. 1-ാം കൊളോസ്യോസ് 1:20 വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജനിപ്പിക്കുകയും, ഇവർക്ക് വായിച്ചേ, അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ആ സമാധാനം നമുക്ക് എവിടുന്ന് കിട്ടി? കുരിശിൽ ഈശോ ചിന്തിയ രക്തം വഴി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ എനിക്ക് സമാധാനം കിട്ടും.